മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഇറോം ശർമിള നിരാഹാരം അനുഷ്ഠിച്ചത് ഏത് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സായുധ നിയമത്തിനെതിരെയായിരുന്നു? ഇറോം ശർമിള നിരാഹാരം അനുഷ്ഠിച്ചത് ഏത് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സായുധ നിയമത്തിനെതിരെയായിരുന്നു? അപ്പോൾ ഓപ്ഷൻസ് നോക്കേ. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇറോം ശർമിള നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ഏതാണ്? ഓപ്ഷൻ ബി മണിപ്പൂരാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇറോം ശർമിള നിരാഹാരം അനുഷ്ഠിച്ചത് ഏത് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സായുധ നിയമത്തിനെതിരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മണിപ്പൂരാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാകുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? ചോദ്യം ശ്രദ്ധിച്ചേ. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാകുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? അപ്പോൾ ഇവിടെ ഉത്തരം ഏതായിരിക്കും വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഏതാ? 17. ഓപ്ഷൻ ഡി 17. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അപ്പോൾ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എത്രയായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്ന. ഓപ്ഷനിൽ 14 ഉണ്ട്, 20 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 6 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ക്വിറ്റ് ഇന്ത്യയുടെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് അലഹബാദ്, പൂനെ ഉണ്ട്, മുംബൈ ഉണ്ട്, നാഗ്പൂർ ഉണ്ട്. നമുക്കറിയാം ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ഏതാണ്? മുംബൈ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 സമ്മേളനമാണ്. ഏത് സമ്മേളനമാണ്? ബോംബെ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അവിടെ ആരാണ് ക്വിറ്റ് ഇന്ത്യയുടെ പ്രമേയം അവതരിപ്പിച്ചത്? അത് നെഹ്റുവാണ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പഞ്ചശീല കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ. അപ്പോൾ പഞ്ചശീല കരാറിൽ ഒപ്പുവെക്കപ്പെട്ട രാജ്യങ്ങൾ നമുക്കറിയാലോ. ഓപ്ഷൻ ഒന്നും നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും അല്ല, ഇന്ത്യയും ചൈനയുമാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നെഹ്റുവാണ്, ചൈനയ്ക്ക് വേണ്ടി ആരാണ്? ചൗവൻലായി ആണ്. അപ്പോൾ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയുമാണ്, നെഹ്റുവും ചൗവൻലായും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ എത്തിയ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏത്? ചോദ്യം ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ എത്തിയ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ഗുരുവായൂരുണ്ട്, വൈക്കം സത്യാഗ്രഹമുണ്ട്, പാലയം സത്യാഗ്രഹമുണ്ട്, അടുത്തേതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഏതാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കാറൽമാൻ ചരിതം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കാറൽമാൻ ചരിതം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കി. ഒപ്പന, കുമ്മിക്കളി, മാർഗംകളി, ചവിട്ട് നാടകം. നമുക്കറിയാം അല്ലേ? ഏതായിരിക്കും ഇവിടെ ഉത്തരം? ഓപ്ഷൻ ഡി ഏതാണ്? ചവിട്ട് നാടകമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ചവിട്ട് നാടകമാണ്. അപ്പോൾ കാറൽമാൻ ചരിതം ഏത് കലാരൂപമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചവിട്ട് നാടകം. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ ഓപ്ഷനിൽ 59 അല്ലെ? 59 ജൂലൈ ഉണ്ട്, 59 നവംബർ ഉണ്ട്, പിന്നെ 57 ജൂലൈയും 57 നവംബറും ആണുള്ളത്. അപ്പം എന്താണ്? കേരളത്തിലെ ഒന്നാമത് മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? 1959 ജൂലൈ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അപ്പോൾ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷനിൽ ലോക്സഭാ സ്പീക്കർ ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ഉപരാഷ്ട്രപതി. അപ്പോൾ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആരാണ്? ഉപരാഷ്ട്രപതിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ആർക്കാണ് നൽകേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ് നൽകേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത നോക്കാം. ഡൂൺ താഴ്വരകൾ നിറഞ്ഞ ഹിമാലയൻ നിരയേത്? ഡൂൺ താഴ്വരകൾ നിറഞ്ഞ ഹിമാലയൻ നിരയേത് എന്നാണ് ചോദ്യം.
ഹിമാദ്രിയുണ്ട്, ഹിമാചലുണ്ട്, സിവാലിക്കുണ്ട്, ഗ്രേറ്റ് ഹിമാലയമുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഏതാണ്? സിവാലിക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? സിവാലിക്കാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആര്? അല്ലെ, കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, കെ അയ്യപ്പൻ. നമുക്കറിയാം ഇതിന്റെ ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആരാണ്? കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നോക്കേ, ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 92, 94, 96, 93. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് വർഷമാണ് ഓപ്ഷൻ എ എന്ന 92ലാണ് സ്ഥാപിതമാകുന്നത്. എന്നാണ്? 92ലാണ് സ്ഥാപിതമായത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ദുർഗാപൂർ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ദുർഗാപൂർ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷനിൽ കർണാടകമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, ജാർഖണ്ഡ്, രാജസ്ഥാൻ. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ ദുർഗാപൂർ ഉരുക്കുശാല ഇവിടെ പശ്ചിമ ബംഗാൾ. എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എസ് രാധാകൃഷ്ണൻ, അബ്ദുൽ കലാം ആസാദ്, കെ എൻ രാജ്, ശാന്തി സ്വരൂപ് ഭട്നഗർ. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏവ? മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലൊന്നും ഇവിടെ നോക്കാൻ പോകണ്ട. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ്, അനോഫിലിസ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ, അനോഫിലിസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാര്? ഓപ്ഷൻ നോക്കേ. മഹലനോബിസ് കൊടുത്തിട്ടുണ്ട്, ഹരോൾഡ് ഡോമർ ഉണ്ട്, എം വിശ്വേശ്വരയ്യ ഉണ്ട്, എം എൻ റോയി ഉണ്ട്. നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാര്? ഇവിടെ ഏതാ ഉത്തരം? ഓപ്ഷൻ സി, എം വിശ്വേശ്വരയ്യ. ഓപ്ഷൻ സി, എം വിശ്വേശ്വരയ്യ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച കമ്പനി ഏത്? നല്ല ചോദ്യമാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച കമ്പനി ഏത്? ഓപ്ഷൻസ് ഹിറ്റാച്ചി, മിസ്തുബിഷി, ഹിഡാൽഗോ, ഫിലിപ്സ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, മിസ്തുബിഷിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി, മിസ്തുബിഷിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വനിതാ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നതെന്താ? വനിതാ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2006, 2005, 2004, 2007. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 2006 ഒക്ടോബർ മാസം. 2006 ഒക്ടോബർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്തയിലേക്ക് നോക്കാം. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആര്? ചോദ്യം ശ്രദ്ധിക്കണേ. ഇവിടെ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതോ അത് നിലവിൽ വന്നപ്പോഴോ അല്ല ചോദ്യം. മറിച്ച് എന്താ ചോദിച്ചിരിക്കുന്നത്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഏത് വൈസ്രോയി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വൈസ്രോയി ആയിരിക്കും? പശ്ചിമ ബംഗാൾ റദ്ദ് ചെയ്ത ആരാണ്? അത് ഹാർഡിഞ്ച് സെക്കൻഡ്. ഓപ്ഷൻ ഡി, ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് എന്ത് ചെയ്തത്? അത് റദ്ദ് ചെയ്യുന്നത്. ഈ ബംഗാൾ വിഭജനം അത് നിലവിൽ വരുമ്പോൾ ആരാണ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ, നിലവിൽ വരുമ്പോൾ മിൻറ്റോയുടെ കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ആരുടെ കാലഘട്ടത്തിലാണ്? മിൻറ്റോയുടെ കാലഘട്ടം നിലവിൽ വരുന്നു. അപ്പോൾ അത് പ്രഖ്യാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കഡ്സൺ ആണ്. ഇതാരാണ്? കഡ്സൺ ആണ്. അപ്പോൾ മറക്കല്ലും, ഇത് റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് ആണ്. ഇത് നിലവിൽ വരുന്നത് മിൻറ്റോയുടെ കാലഘട്ടത്തിലാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് കഡ്സന്റെ കാലഘട്ടത്തിലാണ്.